ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ജേക്കബ് കൂവക്കാട് കർദിനാളായി സ്ഥാനമേറ്റു. ഇന്ത്യൻ സഭാ ചരിത്രത്തിലാദ്യമായിട്ടാണ് വൈദികരിൽ നിന്നും ഒരാളെ നേരിട്ട് കർദിനാൾ പദവിയിലേക്ക് ഉയർത്തുന്നത്. വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ നടന്ന ചടങ്ങിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് 21 പേരുടെ സ്ഥാനാരോഹണ ചടങ്ങിന് മുഖ്യ കാർമ്മികത്വം വഹിച്ചത്. ഇന്ത്യൻ സമയം ഇന്നലെ രാത്രി 8:30യോടെയാണ് സ്ഥാനാരോഹണ ചടങ്ങുകൾ ആരംഭിച്ചത്. Natus ex Maria Virgine, passus sub Pontio Pilato, crucifixus, mortus et sepultus, descendit ad inferos, tertia dia resurrexit a mortuis. Dilezione Principis Apostolorum, dilezione in tuo nella Iglesia Rovorale. Ad honorem Dei Omnipotentis et Sanctorum Apostolorum Petri et Pauli, tibi committimus diaconia Sancti Antoni Patavini a circoncisione Papia. In nomine Patris et Filii Spiritus Sancti. ചടങ്ങുകൾ 1 മണിക്കൂർ നീണ്ടുനിന്നു. കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ, മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ, കൊടിക്കുന്നിൽ സുരേഷ് MP, അനിൽ ആന്റണി, അനൂപ് ആന്റണി എന്നിവരാണ് ഇന്ത്യയെ പ്രതിനിധീകരിച്ച് വത്തിക്കാനിലെത്തിയത്. സ്ഥാനാരോഹണ ചടങ്ങിന് MLA-മാർ ഉൾപ്പെടെ മലയാളി പ്രതിനിധി സംഘവും സാക്ഷ്യം വഹിച്ചു. സ്ഥാനാരോഹണത്തോടനുബന്ധിച്ച് കേന്ദ്രമന്ത്രി ജോർജ് കുര്യന്റെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘം പോപ്പ് ഫ്രാൻസിസിനെ സന്ദർശിച്ചു.